ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ വിച്ച് ഇൻ ദ വിൻഡോ. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രം തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സൈമണും സൈമന്റെ കുടുംബത്തെയും കാണിച്ചുകൊണ്ടാണ്. വൈഫിന്റെ പേര് ബെവർലി, ഒരു ആർട്ടിസ്റ്റാണ്, ചിത്രകാരിയാണ്. മകന്റെ പേര് ഫിൻ. സൈമൺ വർഷങ്ങളായിട്ട് തന്റെ ഫാമിലിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. 2-3 മാസം കൂടുമ്പോൾ മകനെ കാണാനായിട്ട് വരും. എന്നാൽ പതിവ് പോലെ തന്നെ ആ പേരൻസിന്റെ ഇടയിലെ പല തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. കാരണം അവരുടെ മകൻ തന്നെയാണ്. ഫിൻ എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിലാണ്, ഏത് സമയത്തും ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവനൊത്തിരി വയലൻസ് ഉള്ള വീഡിയോസ് ആണ് ഇന്റർനെറ്റിൽ തിരയുന്നത്. അതായത് തോക്ക് ഉപയോഗിക്കുന്നത്, ആളുകൾ പരസ്പരം കൊല്ലുന്ന വീഡിയോസ്. അങ്ങനെ ഫിന്നിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സൈമന് തന്റെ ജോലി തിരക്ക് കാരണം സമയം കിട്ടാറില്ല. സൈമന്റെ ജോലി എന്താന്ന് വെച്ചാല് ഫ്ലിപ്പിംഗ് ആണ്. ഈ പഴയ വീടുകളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അത് റെനോവേറ്റ് ചെയ്ത് പുതുതാക്കി അധിക പണത്തിന് മറച്ചു വിൽക്കും. ആ വീട്ടിലെ എല്ലാ അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് സൈമൺ തനിച്ചാണ്. അതുകൊണ്ട് തന്നെ 3-4 മാസം കൂടുമ്പോഴാണ് സൈമൺ മകനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞ് സൈമണും വൈഫും തമ്മിൽ വഴക്കായി. ഒടുക്കം വേറെ വഴിയില്ലാതെ മകനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവന്റെ ഈ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സൈമൺ മകനെ അവനോടൊപ്പം തന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഇനി 2 മാസം ഫിന്നിന് സമ്മർ വെക്കേഷൻ ആണ്. അതാവുമ്പോ സൈമന് ഒരു ഹെൽപ്പ് ആവും. മകനുമായുള്ള ആ ഒരു ഗ്യാപ്പ് അങ്ങ് ഇല്ലാതാക്കാനും പറ്റും. സൈമൺ ഇപ്പോൾ ടൗണിൽ നിന്നൊക്കെ മാറി ഒരു ഗ്രാമപ്രദേശത്താണ് പഴയൊരു ഫാം ഹൗസ് വാങ്ങിയിരിക്കുന്നത്. രണ്ടുപേരും കാറിൽ അങ്ങനെ ആ വീടിന്റെ പിൻഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ വീടിന്റെ മുകൾ നിലയിലെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ഇതവര് രണ്ടുപേരും കാണുന്നില്ല കേട്ടോ. ഈ സമയമാണ് സൈമൺ സർപ്രൈസ് ആയി മകനോടൊരു കാര്യം പറയുന്നത്. താൻ ഈ വീട് വാങ്ങിയത് മറിച്ച് വിൽക്കാനല്ല, ഈ വീട് ഞാൻ നിന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. ഈ ഒരു കാര്യം കേട്ട് ഫിന്നാകെ സർപ്രൈസ് ആയി. അങ്ങനെ അവര് രണ്ടുപേരും ആ വീട് മുഴുവനും ചുറ്റി നടന്ന് കാണുന്നുണ്ട്. ഫിന്നിന് ആ വീട് ഇഷ്ടപ്പെട്ടു. എന്നാൽ അവൻ ഈ ഗ്രാമത്തിൽ താമസിക്കാൻ തീരെ ഇഷ്ടമല്ല. അതവൻ അച്ഛന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം സൈമൺ തന്റെ മകനെയും കൊണ്ട് താഴെ ബേസ്മെന്റിലേക്ക് പോയി. കാരണം വീട്ടിലെ വയറിങ്ങും പൈപ്പ് ലൈനും ഒക്കെ ആകെ പൊട്ടിത്തകർന്നൊരവസ്ഥയിലാണ്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് അവര് താഴെ ബേസ്മെന്റിലെത്തി. അവരത് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റ് ഓഫായി. രണ്ടുപേരും ആ ഇരുട്ടിൽ വല്ലാതെ പേടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഇരുട്ടിൽ നിന്നൊരാൾ ഒച്ച വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. രണ്ടുപേരും അയാളെ കണ്ട് വല്ലാതെ വരണ്ടുപോയി. പേടിക്കണ്ട, എന്റെ പേര് ലൂയിസ്, ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. പുള്ളിക്കാരൻ ഈ വീടിന്റെ മുൻ ഓണർ പറഞ്ഞതനുസരിച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് വന്നതാണ്. എന്നാൽ ഇക്കാര്യം സൈമൺ അറിയില്ല കേട്ടോ. ഈ വീടിന്റെ പഴയ ഓണർ അവനോടൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും സൈമൺ ലൂയിസിനോട് ഇതിന്റെ പേരിൽ ചോദിക്കാനും വഴക്കിടാനൊന്നും നിന്നില്ല. ലൂയിസ് ഇവരുടെ അയൽവാസിയാണ്. ഒരു 4 വീടിനപ്പുറത്താണ് ലൂയിസ് താമസിക്കുന്നത്. അയാള് അവരോട് ഒത്തിരി സന്തോഷത്തിലാണ് ആദ്യം സംസാരിച്ചത്. എന്നാൽ പതിയെ ലൂയിസിന്റെ മുഖത്ത് വല്ലാതെ ഭയം വന്ന് നിറയാൻ തുടങ്ങി. അവൻ ആ ഭയത്തോടെ തന്നെ സൈമനോട് ചോദിക്കും, നിങ്ങള് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ ഈ വീട് വാങ്ങിയത്? നിങ്ങളിവിടെ താമസിക്കാനാണോ അതോ മറിച്ച് വിൽക്കാനാണോ? ഇത് കേട്ട് സൈമൺ ആകെ ഷോക്കായി. അല്ല, ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം ലൂയിസ് ഒന്നും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾക്ക് സത്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ താനായിട്ട് എന്തിനാണ് നിങ്ങളുടെ മനസമാധാനം കളയുന്നത്? ഇത് കേട്ടപ്പോ സൈമൺ പറയും, എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. പിന്നീട് ലൂയിസ് നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി. താനന്ന് ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഈ ഗ്രാമത്തിലുള്ളവര് ഈ വീട്ടിലുള്ള സ്ത്രീയെ വിളിച്ചിരുന്നത് മന്ത്രവാദി എന്നാണ്. പേടിച്ചിട്ട് ആരും തന്നെ ഈ പരിസരത്തേക്ക് തന്നെ വരാറില്ല. ആ മന്ത്രവാദിയുടെ പേര് ലിഡിയ. അങ്ങനെ ഒരു ദിവസം ലിഡിയയുടെ ഹസ്ബൻഡും മകനും അവരുടെ കൃഷിസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. എന്നാൽ നാട്ടുകാര് പറയുന്നത് അവര് മരണപ്പെട്ടതല്ല, ലിഡിയ അവരെ കൊന്നതാണെന്നാണ്. ആ ഒരു സംഭവത്തിന് ശേഷം ലിഡിയ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറേയില്ല. എപ്പോഴും ആ വീടിന്റെ മുകൾ നിലയിലിരുന്ന ജനാല വഴി ആളുകളെ നോക്കിക്കൊണ്ടിരിക്കും. ആളുകള് അവളെ കണ്ട് ഭയപ്പെടുന്നതും അവളെ കുറിച്ചുള്ള കഥകൾ പറയുന്നതും കണ്ട് ലിഡിയ അത് വളരെ ആസ്വദിച്ചിരുന്നു. ആളുകൾ അവളെ ഭയക്കുന്നത് ലിഡിയയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ലിഡിയ ആ കസേരയിലിരുന്ന് മരണപ്പെട്ടു. ഹാർട്ട് ഫെയിലിയർ ആയിരുന്നു. ലിഡിയ ആ കസേരയിലിരുന്ന് മരണപ്പെട്ട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞാണ് പോലീസുകാർ ഈ കാര്യം അറിയുന്നത്. അല്ലാതെ ഗ്രാമത്തിൽ
വീട്ടിലുള്ളവർക്ക് ആ വീടിനകത്തേക്ക് പോവാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഈ ഗ്രാമത്തിലെ എല്ലാവരും ലിഡിയയുടെ പ്രേതത്തെ ആ വീടിനകത്തും പുറത്തും കണ്ട് പേടിക്കാൻ തുടങ്ങി. ലിഡിയയുടെ പ്രേതം ഇപ്പോഴും ആ വീടിനകത്ത് തന്നെയുണ്ട്. കാരണം അവള് തന്റെ ഈ വീട് ആർക്കും കൊടുക്കാനായിട്ട് തയ്യാറല്ല. ഈ കഥ കേട്ട സൈമൺ ഇതൊന്നും തന്നെ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. ഫിന്നിനും ഈ കഥ കേട്ട് വലിയ പേടിയൊന്നും തോന്നിയില്ല. അന്ന് രാത്രി അച്ഛനും മോനും ആ വീട്ടില് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സമയത്താണ് സൈമൺ എന്തോ ടാബ്ലറ്റ് എടുക്കുന്നത് ഫിൻ ശ്രദ്ധിക്കുന്നത്. സൈമന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. സോ താൻ എപ്പോ വേണമെങ്കിലും മരണപ്പെടാം. ഇതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് സൈമൺ തന്റെ എല്ലാ സമ്പാദ്യവും ചെലവാക്കി ഈ ഒരു വീട് വാങ്ങിയത് തന്റെ വൈഫിന് വേണ്ടിയിട്ട്. ഈ സമയം സൈമൺ മകനോട് തന്നോടൊപ്പം വന്ന് കിടക്കാൻ പറയുന്നുണ്ട്. കാരണം ലൂയിസ് ഈ പ്രേതകഥയൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ രാത്രി പേടിച്ചാലോ. എന്നാ ഫിൻ അതിന് തയ്യാറല്ല. അവൻ ഈ പ്രേതത്തിലും ഭൂതത്തിനും ഒന്നും പേടിയില്ല. അന്ന് പാതിരാത്രി ചുമരിലെന്തോ തട്ടുന്ന ശബ്ദം കേട്ടാണ് ഫിൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. ചുമരിൽ അങ്ങനെ ആരോ മാന്തുന്ന ശബ്ദം അത് സൈമണും കേൾക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടും സൈമൺ അതൊന്നും തന്നെ കാര്യാക്കാതെ നല്ല ഉറക്കത്തിലായി. എന്നാൽ നമ്മളെ കാണിക്കുന്നുണ്ട് അതേ മുറിയിലെ ഒരു കസേരയിലെ എന്തോ ഒരു രൂപം അത് സൈമനെ തന്നെ നോക്കിയിരിക്കുന്നു. അടുത്ത ദിവസം അച്ഛനും മോനും വീട്ടിലെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന നേരത്താണ് വീടിനകത്ത് ഒരു ചത്ത കാക്കയെ കാണുന്നത്. ഒരുപാട് നാള് പൂട്ടിക്കിടന്ന വീടല്ലേ, അതുകൊണ്ട് തന്നെ സൈമൺ ഇക്കാര്യം അത്രയ്ക്ക് കാര്യാക്കുന്നില്ല. അന്ന് രാത്രിയായതും സൈമൺ വീടിനുള്ളിലെ ബൾബൊക്കെ റീപ്ലേസ് ചെയ്യുന്ന നേരത്ത് പെട്ടെന്ന് എന്തോ ഒരു രൂപം തൊട്ടടുത്ത മുറിയിലേക്ക് ഓടിപ്പോയി. ആരോ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് സൈമൺ കണ്ടതാണ്. ഇനി ഏതെങ്കിലും കള്ളന്മാരാണോ? അപ്പൊ തന്നെ ആ വീട്ടിലെ മുഴുവൻ പവർ ഓഫായി. സൈമൺ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും വീടിനകത്ത് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഫിൻ അച്ഛനങ്ങനെ പേടിച്ചേർണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ചോദിക്കും, ഡാഡ് നിങ്ങൾ എന്തീ തെരയുന്നേ? അയാൾ അതിനെ താനൊരു രൂപത്തെ കണ്ട കാര്യമൊന്നും മകനോട് പറയില്ല. മാക്സിമം പേടി മുഖത്ത് കാണാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡാഡ് ഈ വീട്ടില് പ്രേതമുണ്ടോ? ഇത് കേട്ട സൈമണ് എന്ത് പറയണോന്നറിയില്ല. അതെന്താ നീ പ്രേതത്തെ കണ്ടോ? അതെ ഞാൻ കണ്ടു. ഞാൻ ആ കണ്ണാടിയിലെ ഒരു രൂപത്തെ കണ്ടു എന്ന് പറഞ്ഞ് ഫിൻ ഒരു കണ്ണാടിയിലേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഫിൻ ആ കണ്ണാടിയിൽ മാത്രമല്ല പ്രേതത്തെ കണ്ടത്, മുകളിലുള്ള ആ കസേരയിലെ ഒരു സ്ത്രീ ഇരിക്കുന്നത് അവൻ കണ്ടിരുന്നു. അത് ലിഡിയയുടെ പ്രേതമാണ്. എത്രയൊക്കെ തനിക്ക് പേടിയില്ലാന്ന് പറഞ്ഞെങ്കിലും അന്ന് രാത്രി ഫിൻ അച്ഛനോടൊപ്പമാണ് ഉറങ്ങുന്നത്. അടുത്ത ദിവസം അച്ഛൻ തന്നോട് സംസാരിക്കുന്നത് കേട്ടാണ് ഫിൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ഫിൻ എണീക്ക് ഒത്തിരി ലേറ്റായി. നീ കാണുന്ന രൂപങ്ങള് അതൊന്നും തന്നെ നിന്റെ തോന്നലല്ല, അത് ലിഡിയയുടെ പ്രേതം തന്നെയാണ്. ഇത് കേട്ട് ഫിൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ മുറിയില് അവൻ തനിച്ചായിരുന്നു. അവിടെ സൈമൺ ഉണ്ടായിരുന്നില്ല. അവൻ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ സൈമൺ താഴെ തന്റെ ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത്ര നേരം തന്നോട് സംസാരിച്ചതാരാ? പിന്നീട് അങ്ങോട്ട് ഫിന്നിന് ജോലിയൊന്നും തന്നെ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തതുപോലെയാണ്. അവൻ അച്ഛനോട് സംസാരിക്കാതായി എപ്പോഴും താൻ കാണുന്ന ആ പ്രേത രൂപത്തെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ സമയം നമുക്ക് കാണാം ലിഡിയയുടെ പ്രേതം അവരെ നോക്കിക്കൊണ്ട് ആ ജനാലയ്ക്ക് അപ്പുറം നിൽക്കുന്നുണ്ട്. അവരാ വീടിനകത്ത് എന്ത് ജോലി ചെയ്യാണെങ്കിലും ലിഡിയ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവരോടൊപ്പം അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവര് രണ്ടുപേരും ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് അച്ഛനും മോനും മുകളിലത്തെ ജനാലയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിലെ ലൈറ്റ്സ് ഒക്കെ തനിയെ ഓഫായി. അവരെ കാര്യം എന്താണെന്നറിയാനായിട്ട് ബേസ്മെന്റിലേക്ക് ചെന്നതും പവർ തനിയെ ഓണായി. അത് മാത്രമല്ല ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന ഹീറ്ററും തനിയെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് സൈമനെ കൊണ്ട് വിശ്വസിക്കാനേ വയ്യ. അതെല്ലാം തന്നെ തുരുമ്പെടുത്ത് പൊട്ടിയും പൊളിഞ്ഞൊക്കെ കിടന്നതായിരുന്നു. പിന്നെ ഇതെങ്ങനെ തനിയെ ഓണായി? ഇക്കാര്യം കൂടി അറിഞ്ഞ മകൻ കൂടുതൽ പേടിക്കുമെന്ന് കരുതി സൈമൺ പെട്ടെന്ന് തന്നെ ഫിന്നിനെ ബേസ്മെന്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. മാത്രമല്ല ഫിന്നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സൈമന് വയ്യാതായി. അവനെ ഒന്ന് കൂളാക്കാനായിട്ട് സൈമൺ മകനോട് ചോദിക്കും, നമുക്ക് പുറത്തേക്ക് പോയി ഫുഡ് കഴിച്ചാലോ? ഇത് കേട്ടതും ഫിൻ ഒത്തിരി ഹാപ്പിയായി. ഞാൻ പെട്ടെന്ന് തന്നെ വസ്ത്രം മാറിയിട്ട് വരാന്ന് പറഞ്ഞ് ഫിൻ തനിച്ചാണ് അവന്റെ മുറിയിലേക്ക് പോയത്. പുറത്തേക്ക് പോവാന്ന് പറഞ്ഞതും ചെറുക്കൻ പ്രേതത്തിന്റെ കാര്യങ്ങൾ മറന്നുപോയി. അടുത്ത നിമിഷം തന്നെ ഫിൻ പേടിച്ചെറിന്റെ സ്റ്റെയറിനടുത്ത് നിൽക്കുന്നതാണ് സൈമൺ കാണുന്നത്. അവൻ മുകളിലേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. സൈമൺ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ലിഡിയയുടെ പ്രേതം ആ ചെയറിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു കാഴ്ച വിശ്വസിക്കാനേ വയ്യ. തങ്ങൾ ഈ കാണുന്നത് സത്യമാണോ അതോ ഇനി തോന്നലാണോ? എന്നാ ഫിന്നാണെങ്കില് അച്ഛൻ എത്രയൊക്കെ പറഞ്ഞിട്ടും മുറിക്ക് പുറത്തേക്ക് പോവാൻ തയ്യാറായില്ല. അവൻ പതിയെ ആ ചെയറിനടുത്തേക്ക് നടന്ന് തന്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിലെ ആ പ്രേതത്തിന്റെ ഫോട്ടോ എടുത്തു നോക്കി. ഇല്ല, ഫോണിലെ ലിഡിയെ കാണാനില്ല. അപ്പോ ലൂയിസ് പറഞ്ഞത് സത്യമാണ്. തങ്ങളെ കാണുന്നത് ലിഡിയയുടെ പ്രേതത്തെ തന്നെയാണ്. ഫിൻ പതിയെ ചെന്ന് ലിഡിയെ തട്ടി വിളിച്ചു.
പെട്ടെന്നാണ് ആ പ്രേതം ടുമുക്കൂന്ന് പറഞ്ഞ് കണ്ണു തുറക്കുന്നത്. ഇത് കണ്ടതും രണ്ടുപേരും എന്റെ അമ്മയെന്ന് പറഞ്ഞ് വീടിന്റെ വെളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടാണ്. അവരുടെ പിന്നാലെ തന്നെ ഓടി വന്നിരുന്ന പ്രേതം അവരോട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, സ്റ്റേ, അവരോട് പോവരുത്, ഇവിടെ താമസിക്കാനാണ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും ഒരു കണക്കിന് കാറിലേക്ക് ഓടിക്കേറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നീട് അവര് ഇനി എന്ത് ചെയ്യണോന്നറിയാതെ അന്ന് രാത്രി വരെ ഒരു റെസ്റ്റോറന്റിലിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സൈമൺ മകനോട് പറയും, നിന്നെ ഞാൻ നാളെ രാവിലെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ബസ് കയറ്റി വിടും. നിന്റെ കാര്യത്തില് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇത് കേട്ടതോടെ ഫിൻ ഒത്തിരി ഇമോഷണലായി. ഇല്ല, ഞാൻ തിരിച്ചു പോവില്ല, അച്ഛനെ ആ പ്രേതം ഉപദ്രവിച്ചാലോ. എന്നാൽ സൈമൺ മകൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ വൈഫിനെ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞു. നാളെ രാവിലെ തന്നെ ഞാൻ ഫിന്നിനെ ബസ് കയറ്റി വിടും, നീ അവനെ വന്ന് പിക്ക് ചെയ്തോണം. ഈ സ്ഥലം സേഫ് അല്ലാന്ന് മാത്രമാണ് സൈമൺ വൈഫിനോട് പറയുന്നത്. നടന്ന കാര്യങ്ങളൊന്നും തന്നെ ബെവർലിയോട് പറയുന്നില്ല. ഈ സമയം ഫിൻ അച്ഛനെ കുറിച്ച് ചിന്തിച്ച് ആകെ അപ്സെറ്റായി. അപ്പോ സൈമൺ പറയും, നീ പേടിക്കണ്ട, ഞാൻ ആ വീട്ടില് താമസിക്കില്ല. പകല് ജോലികളൊക്കെ ചെയ്ത് രാത്രി ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്തോളാം. ഈ വീട് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. കാരണം തന്റെ സമ്പാദ്യം മുഴുവനും എടുത്താണ് അയാൾ ഈ വീട് വാങ്ങിയത്. ഇക്കാര്യങ്ങളെല്ലാം സൈമൺ മകനെ പറഞ്ഞു മനസ്സിലാക്കി. തുടർന്ന് അയാള് ഫിന്നിനെയും കൊണ്ട് അവരുടെ അയൽവാസിയായിട്ടുള്ള ലൂയിസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ വീടിനകത്ത് അവര് കണ്ട എല്ലാ കാര്യങ്ങളും ലൂയിസിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ലൂയിസിന്റെ മുഖത്ത് ഒട്ടും തന്നെ ഒരു അമ്പരപ്പുണ്ടായിരുന്നില്ല. സത്യങ്ങളെല്ലാം ലൂയിസിനറിയാം. ഈ സമയത്താണ് ലൂയിസ് മറ്റൊരു കാര്യം പറയുന്നത്. താനെന്ന് ആ വീട്ടിലെ വയറിങ് ശരിയാക്കാൻ വന്ന ഇലക്ട്രീഷ്യൻ അല്ല, താനെന്ന് അങ്ങോട്ട് വന്നത് ആ വീട്ടിലെ മെയിൻ കേബിള് കട്ട് ചെയ്യാനാണ്. കാരണം കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ആ പ്രേതം ലൂയിസിനെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ലിഡിയയുടെ ശക്തി എന്ന് പറയുന്നത് ആ വീടാണ്. ആ വീടിനെ എന്തൊക്കെ കേടുപാടുകൾ വരുന്നോ അപ്പോ ആ പ്രേതത്തിന്റെ ശക്തികളും ഇല്ലാതാകും. 5 വർഷങ്ങൾക്ക് മുൻപാണ് ലൂയിസ് ലിഡിയയുടെ പ്രേതം ജനാലയ്ക്കരികിൽ നിൽക്കുന്നത് കാണുന്നത്, അതും പട്ടാപ്പകല്. ആ ഒരു സമയത്ത് ലൂയിസിന് പേടിയൊന്നും തോന്നിയില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ലൂയിസ് ഉറക്കത്തിൽ നടക്കാൻ തുടങ്ങി. അവൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ലൂയിസ് ആ വീടിന് മുന്നിലാണ്. അങ്ങനെ കഴിഞ്ഞ 5 വർഷങ്ങളായി അവൻ ആ പ്രേതത്തെ കാണാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല, എന്തോ ഒരു അമാനുഷിക ശക്തി ലൂയിസിനെ ആ വീടിനകത്തേക്ക് പിടിച്ചു വലിക്കും. ഇത് തന്നെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഗ്രാമത്തിലെ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റും മഴയും കാരണം ഈ പ്രദേശത്തെ ഇലക്ട്രിസിറ്റി കട്ടായി. അതൊക്കെ ശരിയാക്കാൻ ഏകദേശം ഒരാഴ്ച സമയമെടുത്തു. ആ ഒരാഴ്ചയിലാണ് ലൂയിസ് മനസമാധാനത്തോടെ ഒന്നുറങ്ങിയത്. അവൻ ഉറക്കത്തിൽ നടന്നിട്ടില്ല, ആ പ്രേത വീട്ടിലേക്ക് പോയില്ല, ആ പ്രേതത്തെ കണ്ടില്ല. അന്നാണ് ലൂയിസിന് ആ ഒരു കാര്യം മനസ്സിലായത്. ആ വീട്ടിലെ പവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രേതത്തിനെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ സൈമന്റെ വരവോടുകൂടി ലൂയിസിന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ തകർന്നു. സൈമൺ ആ വീട്ടിലെ ഓരോ അറ്റകുറ്റപ്പണികളും ചെയ്യുമ്പോഴും ആ പ്രേതത്തിന്റെ ശക്തി കൂടാൻ തുടങ്ങി. ലിഡിയ അവള് വളരെ സ്ട്രോങ് ആയി. ഇപ്പോൾ ലൂയിസ് പഴയതുപോലെ തന്നെ ഉറക്കത്തിൽ നടക്കാനും തുടങ്ങി. നിങ്ങൾക്ക് ആ വീട് വിൽക്കാനും കഴിയില്ല, അവിടെ താമസിക്കാനും കഴിയില്ല. ലൂയിസ് അയാളെ അവസാനമായിട്ട് വാൺ ചെയ്യുന്നുണ്ട്. എന്നാൽ സൈമൺ അതിന് തയ്യാറാവില്ല. അയാൾ ഒത്തിരി ഇമോഷണൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. തന്റെ വൈഫിന് വേണ്ടിയാണ് താൻ ആ വീട് വാങ്ങിയത്, തന്റെ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് താമസിക്കാൻ, തന്റെ തെറ്റുകളെല്ലാം തിരുത്താൻ. ഇല്ല, താൻ ഒരിക്കലും പേടിച്ചോടില്ല. സൈമൺ ആ വീട് വിട്ടു പോവാനായിട്ട് തയ്യാറാവില്ല. അടുത്ത ദിവസം അതിരാവിലെ തന്നെ സൈമൺ മകനെ ബസ് കയറ്റി വിടുന്നുണ്ട്. ശേഷം ആ പ്രേത വീട്ടിലേക്ക് തിരിച്ചെത്തിയ സൈമൺ തുടർന്നുള്ള ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്, പല രൂപങ്ങളും കാണുന്നുണ്ടെങ്കിലും സൈമൺ അതൊന്നും തന്നെ ശ്രദ്ധിച്ചതേയില്ല. തുടർന്ന് വീടിന് പിന്നിലുണ്ടായിരുന്ന ഷെഡിലെ മരങ്ങളൊക്കെ മാറ്റുന്ന നേരത്താണ് സൈമൺ ആ ഞെട്ടിക്കുന്നൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ദേ, അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയച്ച ഫിൻ തിരികെ വന്നിരിക്കുന്നു. എന്തോ അവനെ അച്ഛനെ തനിച്ചാക്കാനായിട്ട് തോന്നിയില്ല. മകനെ പിരിഞ്ഞിരിക്കാൻ സൈമണും തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് മകനെ വഴക്ക് പറയാനോ കുറ്റപ്പെടുത്താനോ തോന്നിയില്ല. രണ്ടുപേരും ഒരുമിച്ച് ആ ഷെഡ് മുഴുവനും ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഒത്തിരി നേരെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ ഒരു സമയത്ത് ഫിൻ അച്ഛനോട് പറയും, താൻ ഈ ലോകത്ത് ഏറെ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളെയാണ്. ഇത് കേട്ട് സൈമൺ ഒത്തിരി സന്തോഷായി. ഫിൻ ഒരിക്കൽ പോലും തന്നെ സ്നേഹിക്കുന്നു, ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് കേട്ട സൈമണ് എന്ത് പറയണോന്നറിയില്ല. ഈ ഒരു സമയത്താണ് സൈമന്റെ വൈഫ് അയാളെ ഫോൺ ചെയ്യുന്നത്. അപ്പോ ഫിൻ പറയുന്നുണ്ട്, ഫോൺ എടുക്കല്ലേ, അമ്മ വഴക്ക് പറയും. സൈമൺ അതൊന്നും കേൾക്കാതെ ഫോൺ എടുത്ത് വൈഫിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാ തന്റെ വൈഫ് പറഞ്ഞ കാര്യം കേട്ട് സൈമൺ ആകെ ഷോക്കായി. ബെവർലി ഫോണിലൂടെ പറയും, ഫിൻ വീട്ടില് തിരിച്ചെത്തി, അവൻ ഒത്തിരി ദേഷ്യത്തിലാണ്. ഇത് പറഞ്ഞ് ബെവർലി ഫോൺ ഫിന്നിന് കൊടുക്കുന്നുണ്ട്. അതെ, ആ ഫോണില് സംസാരിക്കുന്നത് തന്റെ മകനാണ്. അപ്പൊ പിന്നെ തന്റെ തൊട്ടടുത്തിരിക്കുന്നത് ആരാ? അത് ലിഡിയയുടെ പ്രേതാണെന്ന് തിരിച്ചറിഞ്ഞ സൈമൺ തന്റെ ജീവനും കൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി.
എങ്ങനെയൊക്കെയോ പുറത്തേക്കോടി രക്ഷപ്പെട്ടെങ്കിലും കാർ എടുത്ത് രക്ഷപ്പെടാന്ന് വെച്ചാല് കാറിന്റെ ചാവി വീടിനകത്താണ്. ആ പ്രേതമാണെങ്കിലേ സൈമന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നിരുന്ന സൈമൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ലിഡിയയ്ക്ക് ആ വീടിന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല. സൈമൺ വേഗം തന്നെ അയൽവാസിയായിട്ടുള്ള ലൂയിസിന്റെ വീട്ടിലേക്ക് ഓടി. അയാള് ലൂയിസിനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും ലൂയിസ് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ. ഇതും പറഞ്ഞ് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരുന്ന ലൂയിസ് കയ്യിലുണ്ടായിരുന്ന ബോട്ടില് അത് വെച്ച് സൈമന്റെ തലക്കടിച്ചു. അടുത്ത നിമിഷം സൈമൺ ഞെട്ടി കണ്ണു തുറക്കുന്നത് അതേ പ്രേത വീടിനകത്താണ്. പിന്നെ ഒന്നും നോക്കിയില്ല, സൈമൺ തന്റെ ചാവിയെടുത്ത് പുറത്തെ കാറിലേക്ക് ഓടിക്കേറി. ഈ സമയത്താണ് സൈമൺ ആ വീട്ടിൽ നിന്നും ആരുടെയോ കരച്ചിൽ കേൾക്കുന്നത്. ക്കുമ്പോ ആ വീടിനകത്തു നിന്ന് കരയുന്നത് മറ്റാരുമല്ല, സൈമൺ തന്നെയാണ്. അടുത്ത നിമിഷം സൈമൺ വീണ്ടും ഞെട്ടി കണ്ണു തുറക്കുമ്പോ വീണ്ടും താൻ ആ വീടിനകത്ത് തന്നെയാണ്. അടുത്ത നിമിഷം തന്നെ അയാൾ അലറി അടിച്ചോണ്ട് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഒറ്റ ഓട്ടാണ്. സൈമൺ ഒന്ന് ശ്വാസം വിട്ട് തിരിഞ്ഞു നോക്കുമ്പോ തന്റെ വൈഫ് ബെവർലി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. സൈമൺ അറിയാം അത് തന്റെ വൈഫല്ല, അത് ആ മന്ത്രവാദിനിയുടെ പ്രേതമാണെന്ന്. ലിഡിയയുടെ പ്രേതം അയാളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നേക്കുമായി ഇപ്പോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം, ഞാൻ തടയില്ല. പിന്നീട് ഒരിക്കലും ഈ വീടിന്റെ അവകാശം പറഞ്ഞു വന്നേക്കരുത്. അതല്ലെങ്കിലേ എന്നേക്കുമായിട്ട് നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കണം എനിക്ക് പകരം. വർഷങ്ങളായി ലിഡിയയുടെ പ്രേതാത്മാവ് ഈ വീടിനകത്ത് ലോക്കാണ്. ലിഡിയയ്ക്ക് പകരം സൈമന്റെ ആത്മാവ് ഈ വീടിനകത്ത് ട്രാപ്പ് ആവാണെങ്കിൽ ലിഡിയയ്ക്ക് ഫ്രീ ആവാം. ഈ ഒരു കാര്യം കേട്ട് സൈമൺ ഒന്ന് സ്റ്റക്കായി. ഈ വീട് അയാളുടെ മുഴുവൻ സമ്പാദ്യമാണ്. താനിനി എത്ര നാള് ജീവിച്ചിരിക്കുമെന്നറിയില്ല. താനിത് ബെവർലിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊരിക്കലും വിട്ടുകളയാനും കഴിയില്ല. ഇതൊക്കെ ചിന്തിച്ചതിനു ശേഷം സൈമൺ ഒരു തീരുമാനത്തിലെത്തി. താൻ സമ്മതിക്കുന്നു, താൻ ഈ വീട്ടില് നിനക്ക് പകരം നിൽക്കാം. അതിനു മുൻപ് എനിക്ക് ഈ വീടിന്റെ പണികളെല്ലാം തന്നെ തീർക്കണം. ലിഡിയ സൈമന്റെ ഈ ഒരു ആവശ്യം പറ്റില്ല എന്ന് പറയുന്നില്ല. സൈമൺ അങ്ങനെ തന്റെ വൈഫിനും മകനും വേണ്ടി ആ വീടിന്റെ പണികളെല്ലാം തന്നെ തീർത്തു. എന്നിട്ട് അവസാനമായിട്ട് ബെവർലിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. സൈമൺ പറയുന്നതിന് മുൻപേ തന്നെ വൈഫ് തനിക്ക് വേണ്ടി ഇങ്ങനൊരു വീട് വാങ്ങിച്ച കാര്യം അറിഞ്ഞിരുന്നു. എന്നാൽ അയാൾക്ക് അവസാനമായിട്ട് മകനോട് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഫിൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നീട് ആ ജനാലയ്ക്കരികില് സൈമണും ആ പ്രേതവും രണ്ട് കസേരകളിലായിട്ട് ഇരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഉറക്കത്തില് നടന്നുകൊണ്ടിരുന്ന ലൂയിസ് കണ്ണു തുറന്നു നോക്കുമ്പോ അവൻ ആ വീടിനകത്ത് ലിഡിയയുടെ പ്രേതത്തെയല്ല കാണുന്നത്. നമ്മുടെ സൈമൺ മരിച്ച് ആ കസേരയിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. ലിഡിയ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെ. അങ്ങനെ സൈമന്റെ ഫ്യൂണറൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് 2-3 ആഴ്ചകൾക്ക് ശേഷം ബെവർലി തന്റെ മകനെയും കൊണ്ട് ആ വീട്ടിലേക്ക് വന്നു. എന്നാൽ ഫിന്നിനെ തന്റെ അച്ഛനെ കൊന്ന ആ വീടിനകത്തേക്ക് കയറാൻ തന്നെ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടതോടെ അമ്മ അവനെ സമാധാനപ്പെടുത്തി. നിനക്ക് ഈ വീട് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നമുക്കിത് ആർക്കെങ്കിലും വിൽക്കാം, പോരെ. സൈമൺ ആ വീടിനകത്ത് വൈഫിന്റെയും മകന്റെയും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിരുന്നു. അതെല്ലാം എടുക്കാനായിട്ട് അവര് രണ്ടുപേരും വീടിനകത്തേക്ക് ചെന്നു. ഫിൻ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് ആ മുറിയിലേക്ക് ചെല്ലുമ്പോ ആ മുറിയിലെ സൈമൺ മകന് വേണ്ടി ഒരു കത്ത് എഴുതി വെച്ചിരുന്നു. ഈ വീടിന് ഇപ്പോ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഞാൻ എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. നിനക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ വിൽക്കാം. ആ കത്ത് വായിച്ചതോടെ ഫിന്നിന് ഒത്തിരി സന്തോഷമായി. അവൻ സങ്കടത്തോടെ അമ്മയോട് പറയും, നമുക്കിവിടെ താമസിക്കാം, അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. ആ മന്ത്രവാദിയുടെ പ്രേതം സൈമന്റെ ആത്മാവിനെ ഈ വീടിനകത്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്നത് അവർക്കറിയില്ല. അവർക്ക് സൈമണെ കാണാനും കഴിയില്ല. എന്നിരുന്നാലും സൈമൺ ഈ വീട്ടിലുള്ളതായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറുവശത്ത് വർഷങ്ങളോളം ആ വീടിനകത്ത് പെട്ടുപോയ ലിഡിയയുടെ പ്രേതം ഇപ്പോ ഫ്രീ ആയിട്ട് പുറത്തിറങ്ങി നടക്കുന്നത് കാണിച്ചാണ് ദ വിച്ച് ഇൻ ദ വിൻഡോ എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. ലിഡിയ എന്ന മന്ത്രവാദി തന്റെ ഹസ്ബൻഡിനെയും മകനെയും കൊലപ്പെടുത്തി. അവരെ സാക്രിഫൈസ് ചെയ്തു. അവരെ കൊന്നതിന് ശേഷം ലിഡിയ ആ വീടിനകത്ത് ലോക്കായി പെട്ടുപോയി. ആ വീട് തന്നെ ഒരു ശാപമായിട്ട് മാറി. ലിഡിയയ്ക്ക് ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു ആത്മാവിന് വേണം. ആദ്യം ലൂയിസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അത് നടന്നില്ല. കാരണം ലൂയിസിന് ആ വീടിനോട് താല്പര്യമില്ല. എന്നാൽ സൈമന് ആ വീട് വേണം. അവസാനം ആ മന്ത്രവാദിനിയുടെ പ്രേതം ഫ്രീ ആയി. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്